അള്ളാന്റെ റസൂല് പറഞ്ഞ ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏത് ഭർത്താവെന്നറിയുവോ? ഏത് ഭർത്താവെന്നറിയുവോ? അല്ലാഹുവേ, രാവിലെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാ. അതാ ഭർത്താവ് എഴുന്നേറ്റിട്ട് ഭാര്യ നിസ്കരിക്കാൻ വിളിച്ചു. എന്നിട്ട് ആ ബാത്റൂമിലേക്ക് കടന്നു ചെന്നു. ആവശ്യങ്ങൾ മുഴുവനും കഴിഞ്ഞിട്ട് പൊതുവെടുത്തിട്ട് തിരിച്ചു വരികയാ. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് പൊതുവെടുത്തിട്ട് തന്റെ ശരീരത്തിലിരിക്കുന്ന വെള്ളത്തുള്ളികളുണ്ടല്ലോ, അത് തന്റെ ഭാര്യയുടെ മുഖത്ത് കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കു പെണ്ണേ എന്ന് പറഞ്ഞവരെ വിളിച്ചുണർത്തുന്ന അതാ ഭർത്താവിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ അല്ലാഹുവേ എന്ന ഭർത്താക്കന്മാര് ഭാര്യയ്ക്ക് തിരുത്തി കൊടുക്കൂല. അല്ലാഹുവേ തെറ്റ് ചെയ്യുന്നത് കണ്ടാ പറഞ്ഞു കൊടുക്കൂല. എന്റെ പ്രിയമുള്ളവരെ, പറഞ്ഞു കൊടുക്കണം ചെറുപ്പക്കാരാ. ഇന്ന് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് സീരിയൽ കാണുന്ന കാലവാ. മുടിയെല്ലാം നരച്ചുപോയ, ഒരുപാട് രോഗങ്ങൾക്ക് നടുവിലൂടെ നടന്നു പോകുന്ന ഭാര്യയും ഭർത്താവും വയസ്സാകാലത്ത് മരണമെടുത്തിരിക്കുന്ന സമയത്ത് മഗ്‌രിബ് കഴിഞ്ഞാല് മക്കളതാ TV വാങ്ങി കൊടുത്തിട്ടുണ്ട്. വാപ്പയും ഉമ്മയുടെയും ജോലിയിരുന്ന് കാണലാ. അല്ലാഹുവേ, വീടിന്റെ അകത്തിരുന്ന് കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മഗ്‌രിബിന്റെ സമയമല്ല, എത്രയോ പുണ്യമായ സമയമായിരുന്നു വാപ്പാ. നീ സലാത്ത് പറഞ്ഞ, നീ സൂറത്തുൽ വാഖിയ ഓതിയ, നീ സൂറത്തു സജ്ദ ഓതിയ, സലാത്ത് പറഞ്ഞിരുന്ന മഗ്‌രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ചെറുപ്രായം മുതൽ നിന്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചു തന്നതല്ലേ വാപ്പാ. ആ നല്ലതുപോലെ ജീവിച്ച നീയല്ലേ ഈ മരണസമയം എടുത്തിരിക്കുന്ന സമയത്ത് 45 50 കഴിഞ്ഞപ്പോ നീ പോയിരിക്കുന്നത് ടിവിയുടെ പെണ്ടിലല്ലേ. ഇങ്ങനെ കഴിയുന്ന പെങ്ങള് ഈ വയസ്സാകാലത്ത് നിനക്ക് എങ്ങനെ കഴിയുന്നു ഉമ്മ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എല്ലാ ദുശീലങ്ങളും മാറ്റിക്കോ. എല്ലാ ദുശീലങ്ങളും മാറ്റിക്കളഞ്ഞിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് അല്ലാഹുവേ ജീവിക്കാ പഠിക്കുവാപ്പാ. വാശിയും വൈരാഗ്യവും കളവുപ്പാ. പ്രായം കുറയായില്ലേ, മക്കളെയൊക്കെ വിവാഹം കഴിച്ചു വിട്ടില്ലേ, നിന്റെ മുടിയെല്ലാം നരച്ചു പോയില്ലേ, ഒരുപാട് രോഗങ്ങൾ നിനക്കില്ലേ വാപ്പാ. എന്നിട്ടും എന്താ നീ പഠിക്കാത്തത്? എന്റെ പ്രിയമുള്ളവരെ, മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ഈ വാദിന്റെ സദസ്സിലേക്ക് കടന്നു വന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 10 വയസ്സുള്ള പൊന്നുമോൾക്ക് അല്ലാഹുവേ ബ്ലഡ് ക്യാൻസർ ഉസ്താദേ, ദുആ ചെയ്യണേ. കോഴിക്കോട് ഹോസ്പിറ്റലിൽ കിടക്കുകയാ, ദുആ ചെയ്യണേ. പ്രതീക്ഷയില്ല. പടച്ചവരെ, ഇതുപോലെ എത്രയോ കാഴ്ചകൾ വാദിന് വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ കിഡ്നി തകർന്നിട്ട് 35 ലക്ഷം രൂപ ചെലവാ ഉസ്താദേ. അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന കിഡ്നി ഉണ്ടല്ലോ, ആ വൃക്കയൊന്ന് മാറ്റിവെക്കാൻ 35 ലക്ഷം രൂപ വേണം. എന്ത് വഴിയുമില്ല, ഡേറ്റ് വരെ കിട്ടിയിരിക്കുകയാ. ഈ സദസ്സിലിരിക്കുന്ന പല ചെറുപ്പക്കാരും വാട്സപ്പിലൂടെ ആ സഹോദരന് വേണ്ടി പിരിവെടുത്തവരാ. ദുആ ചെയ്യണേ എന്ന് പറയുമ്പോ പടച്ചവനെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ആ സഹോദരന് വേണ്ടി ആരെല്ലാം പരിശ്രമിച്ചു, അവർക്ക് നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. ഇന്ന് ട്രെയിനിൽ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഇന്ന് പെങ്ങന്മാരുടെ ഏറ്റവും വലിയ ഹോബി എന്നറിയുവോ? സിനിമക്കാര് പറയുന്ന ഡയലോഗുകൾ പരസ്പരം മൊബൈലിലൂടെ പങ്കുവെക്കുന്ന പെങ്ങന്മാര്. നാണമില്ലാതെ പടച്ചവരെ, ഇന്നതൊക്കെ ഒരു ആഘോഷമായി മാറിയല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് 10-23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ്, ഒരു ചെറിയ കുട്ടിയുണ്ട്, ഭർത്താവ് കൂടെയുണ്ട്. അല്ലാഹുവേ, ആ കുഞ്ഞിങ്ങനെ വരാ ട്രെയിനിന്റെ അകത്ത് കിടന്ന് കളിക്കുകയാ. നോക്കുമ്പോ ഭർത്താവിന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. അല്ലാഹുവേ, അവസാനം ഞാൻ ചോദിച്ചു എവിടെ പോകുന്നു? അവസാനം പരിചയപ്പെട്ടപ്പോ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ 23 വയസ്സുള്ള എന്റെ ഭാര്യയുടെ മലദ്വാരത്തിലെ ക്യാൻസർ അവസ്ഥ.
ഉസ്താദ്. അല്ലാഹുവേ എനിക്ക് അത്ഭുതം തോന്നി. ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവേ കാണാ സുന്ദരിയായ 23 വയസ്സുകാരി. അല്ലാഹുവേ എന്തൊരു സൗന്ദര്യമെന്നറിയോ. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇരിക്കുകയാ. ആ പെണ്ണിന്റെ ചിരി കണ്ടിട്ട് ആ പെണ്ണിന്റെ ആ മുഖത്ത് ഒരു വേദനയുമില്ല, ഒരു പ്രയാസവുമില്ല. തന്റെ പൊന്നുമോനെ ചേർത്ത് പിടിച്ചിട്ട് ചിരിക്കുന്നത് കണ്ടപ്പോ തനിക്ക് ക്യാൻസർ രോഗമായിട്ട് പോലും അല്ലാഹുവേ അതിന്റെ വിഷമം മുഖത്തില്ല. അവസാനം ഞാൻ ചോദിച്ചു എന്തേ ചിരിക്കുന്നത്? അവിടെ നിന്ന് പറഞ്ഞു ഉസ്താദേ, തിരുവനന്തപുരം RCSയിലെ 2 വയസ്സുള്ള കുഞ്ഞ് 3 വയസ്സുള്ള മക്കള് ക്യാൻസർ രോഗത്തിന്റെ അടിമകളായിട്ട് വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് കരയുന്ന കാഴ്ച കേൾക്കുന്നവളാ ഉസ്താദ്. പിഞ്ചു കുഞ്ഞുങ്ങൾ അവിടെ കിടന്നിട്ട് മുടിയെല്ലാം പൊടിഞ്ഞു പോയിട്ട് മുഖമെല്ലാം കറുത്തുപോയാ പല്ലുകൾ പൊടിഞ്ഞു പോയ എത്രയോ മക്കളെ കാണുന്നവളാ ഉസ്താദ്. എനിക്ക് അല്ലാഹു അങ്ങനെ ഒരു ഗതി തന്നില്ലല്ലോ. അങ്ങനെ ഒരു ഗതി തന്നില്ലല്ലോ. എനിക്ക് രോഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞാലല്ലാതെ ആരും അറിയില്ലല്ലോ. ഇത് അല്ലാഹ്ക്ക് എന്നെ ഇഷ്ടമായത് കൊണ്ടല്ലേ, അല്ലാഹ് എന്നെ ഇഷ്ടമായത് കൊണ്ടല്ലേ എനിക്ക് പടച്ച റബ്ബ് ഈ പരീക്ഷണം തന്നതെന്ന് പറയുമ്പോ അവസാനമാ പെങ്ങള് പറഞ്ഞു ഉസ്താദേ, എന്റെ ഭർത്താവിനെ കാണുമ്പോഴാ എനിക്ക് സങ്കടം തോന്നുന്നത്. എന്റെ ഭർത്താവിന്റെ മുഖം കാണുമ്പോ എനിക്ക് സങ്കടമാ. ചിരിക്കുന്നത് കണ്ടിട്ട് നാളുകളായി ഉസ്താദ്. ഇന്നത്തെ വാദിന്റെ സദസ്സില് എന്റെ ഭർത്താവിന് സമാധാനം കിട്ടാ ദുആ ചെയ്യണേ എന്ന് പറയുമ്പോ വാപ്പാ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? എപ്പോഴെവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല. ഏത് സമയത്തിൽ ഏത് കോലത്തിലാ കടന്നു വരുന്നതെന്നറിയില്ല. അല്ലാഹ് ഒന്ന് തൗബ ചോദിച്ചാൽ ഒന്ന് പൊരുത്തം ചോദിക്കാ സമയം കിട്ടണമെന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കാൻ ക്യാൻസർ വേണമെന്നില്ല. ട്യൂമർ വന്നാലേ മരിക്കുമെന്നാരാ പറഞ്ഞത്? കിഡ്നി തകർന്നാലേ മരിക്കുമെന്നാരാ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കാൻ ക്യാൻസർ വേണ്ട, ട്യൂമർ വേണ്ട, പ്രഷർ വേണ്ട, ഷുഗർ വേണ്ട, കൊളസ്ട്രോൾ വേണ്ട, ഒരു തലവേദന പോലും വേണ്ട വാപ്പാ. تؤمل في الدنيا طويلا ولا تدري إلى جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير علة وكم من مريض عاش دهرا على دهري. അല്ലാഹുവേ, നമ്മുടെയൊക്കെ ജീവിതം കണ്ടാ ഒരിക്കലും മരിക്കാത്തവനെ പോലെയാ വാപ്പാ. നിന്റെ ഉപ്പാന വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കിയത് നീ മറന്നുപോയോ വാപ്പാ? പെങ്ങളെ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് നിന്റെ ഉമ്മാന്റെ ജനാസ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടത് നീ മറന്നുപോയോ മോളെ? നീ ജീവിക്കുന്നത് ഒരിക്കലും മരിക്കാത്തവനെ പോലെയാ. ഒരു ദിവസം നീയും പോകേണ്ടവളാണെന്നുള്ള ഓർമ്മ നിനക്ക് വേണം പെണ്ണ്. അതാ കവി പറയുകയാ, ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ? നിന്റെ മക്കളെവിടെ? പെങ്ങളെ, നിന്റെ ഭർത്താവ് എവിടെ? രാത്രി കിടപ്പറയിലെ നിന്റെ കൂടെ ഭക്ഷണം കടിച്ച് ചിരിക്കുന്ന മുഖത്തോടെ നിന്റെ ചാരത്ത് കിടന്ന ഭർത്താവ് രാവിലെ എഴുന്നേറ്റില്ലല്ലോ. എത്രയോ പേരെ പള്ളിക്കാട്ടിൽ കൊണ്ട് കബറടക്കി പെങ്ങള്. അതാ കവി ചോദിക്കുകയാണ്, വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി. നിനക്കൊരുപാട് രോഗമുണ്ട് വാപ്പാ, നിനക്കൊരുപാട് രോഗങ്ങളുണ്ടല്ലോ. ഓരോ ദിവസവും ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക വാരി തിന്നുന്നവനാണല്ലോ. എങ്കിലും വാപ്പാ, എത്രയോ പിഞ്ചുമക്കളുടെ മയ്യത്ത് കണ്ടു വാപ്പാ. എത്രയോ ചെറുപ്പക്കാരുടെ ജനാസ കണ്ടവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് അല്ലാഹനെ മറന്ന് ജീവിക്കല്ലേ. ഈ ഉള്ള ചെറിയ ആയുസ് പരസ്പരം
സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് സ്നേഹത്തോടെ ജീവിക്കാൻ പഠിക്കുവാ. അല്ലാഹുവേ, അവസാനമാ പ്രിയപ്പെട്ട പെങ്ങള് പറയുകയാ, ഉസ്താദേ, എന്റെ ഭർത്താവിനൊരു സമാധാനം കിട്ടാ, എന്റെ ഭർത്താവിനൊരു സമാധാനം കിട്ടാ, ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ട്രെയിനിന്റെ അകത്ത് ഓടി നടക്കുന്നത് എന്റെ പൊന്നാര മകനെ അടുത്തേക്ക് വിളിക്കുമ്പോ ആ പെണ്ണിന്റെ കണ്ണ് നിറയുന്ന കാഴ്ചയാ, ആ പെണ്ണിന്റെ കണ്ണ് നിറയുന്ന കാഴ്ചയാ. കാരണം പൊന്നാര മകനെ സ്നേഹിക്കാൻ ഇനി ആയുസില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, റഊഫ് എന്ന ചെറുപ്പക്കാരൻ, അല്ലാഹുവേ പടച്ചവനെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഐസിബിൽ ഒരു പെങ്ങള് കിടപ്പുണ്ട്. വിവാഹം കഴിഞ്ഞു 5 മാസമായ ഗർഭിണിയായ പെണ്ണാണല്ലോ. വയറിന്റെ അകത്ത് നിന്ന് കുഞ്ഞിനെ എടുത്തു മാറ്റി. ഇന്ന് വയറിന്റെ അകത്തൊരു മുട വന്നിട്ട് റബ്ബേ എന്ന് നീര് കെട്ടിയിട്ട് ഇന്ന് ഓക്സിജനും വെച്ചുകൊണ്ട് കിടക്കുമ്പോ ഉസ്താദേ ദുആ ചെയ്യടേ, ഉസ്താദേ ദുആ ചെയ്യടേ. അല്ലാഹുവേ, ഇതുപോലെ എത്ര കാഴ്ച കാണുന്നവരാ. അല്ലാഹ്, മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. പടച്ചവരെ, ഏതെങ്കിലും മാരക രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാഹ്. പടച്ചവനെ, ദുആയെക്കാളും വലിയ ആയുധമില്ല, സദഖയെക്കാളും വലിയ ഒരു അമലില്ല അല്ലാഹ്. അസ്സദഖത്തു റത്തുൽ ബലാ, സർവ്വ വിപത്തുകളെയും തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്ന് നിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. ഏതെങ്കിലും മാരക രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ പടച്ചവരെ, ഈ ബക്കറ്റിനകത്തിടുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റി തരണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങളെ കരിച്ച് കളയണേ അല്ലാഹ്. സമാധാനമുള്ള ഒരു ജീവിതം തരണേ അല്ലാഹ്. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത ഒരു രോഗം തരല്ലേ അല്ലാഹ്. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട ഒരവസ്ഥ ഈ സദഖ കൊടുക്കുന്ന ഒരു മനുഷ്യനും കുടുംബത്തിനും നീ കൊടുക്കല്ല റബ്ബേ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാഹ്. അല്ലാഹു മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു ചരിത്രം പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഈ സദസ്സിരിക്കുന്ന പല ഭർത്താക്കന്മാരും ഇന്ന് ഭാര്യമാരുടെ കൂടെയല്ല കിടക്കണേ. ഈ സദസ്സിരിക്കുന്ന പല ഉമ്മമാരും ഭർത്താവിന്റെ കൂടെയല്ല കിടക്കണേ. കാരണം എന്തേ? പ്രായമായി കഴിഞ്ഞാൽ, പ്രായമായാൽ ഒരു 50 കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവും 2 റൂമില. ഭാര്യയും ഭർത്താവ് 2 റൂമില. കാരണം എന്തേ? നീ കിടന്നിട്ട് കാര്യമില്ല. നിങ്ങൾ പെണ്ണ് കെട്ടിയത് അതിനു വേണ്ടിയാ. അതന്നെ, നിങ്ങൾ പെണ്ണ് കെട്ടിയത് ഭാര്യയും ഭർത്താവും പ്രായമായവർ 2 റൂമില. ഭർത്താവ് എങ്ങാനും ഭാര്യയെ വിളിച്ചാൽ പറയും, പിന്നെ മക്കളൊക്കെ കൊണ്ട് നിങ്ങൾ പോയി കിടക്കുകളാവാ. അതന്നെ അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹം കഴിക്കുന്ന പ്രായമാകുമ്പോഴല്ലേ താങ്ങും തണലുമാകേണ്ടത്. ഭർത്താവും ഭാര്യയും ഒരുമിച്ചാണ് കിടക്കേണ്ടത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഞാൻ നിർത്തുകയാ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചത് 25-ാമത്തെ വയസ്സിൽ. ലോകത്തിന്റെ നേതാവ് ഇന്ന് കിടപ്പറയിൽ നിന്ന് ഭർത്താവിന് അകത്തി കിടക്കുന്ന ഓരോ ഉമ്മയും നല്ലതുപോലെ കേട്ടോണം. ഓരോ വാപ്പയും അള്ളാഹുവിന്റെ പ്രവാചകന് വിവാഹം കഴിച്ചത് 25-ാമത്തെ വയസ്സിൽ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയാണ് വിവാഹം കഴിച്ചത്. ഖദീജ ബീബിക്ക് പ്രായം 40 വയസ്സ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യ ഖദീജ ബീവിയുടെ വയസ്സ് 40. എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ടെന്ന് പഠിക്കു പൊന്നുപെങ്ങളെ. 25 വയസ്സുള്ള പ്രവാചകൻ 40 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. മരിക്കണ കാലം വരെ റസൂലുള്ള മറന്നില്ല. മരിക്കുന്ന കാലം വരെ എന്തു പറഞ്ഞാലും ഖദീജ, എന്തു പറഞ്ഞാലും മറ്റുള്ള ഭാര്യമാര് ചോദിക്കാൻ എപ്പോ നോക്കിയാലും ഖദീജയെ പറയണ എന്തിനാ നബിയെ? ഖദീജ ബീവിയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഒരിക്കൽ ആയിഷ ബീവി ചോദിച്ചു, ഇത്ര ഈ കിളവിയെ കുറിച്ചാണ് എന്തിനെങ്ങനെ പറയണേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിൽ ആരെങ്കിലും അല്പം ഇറച്ചിക്കറി കൊണ്ടുകൊടുത്ത ഖദീജയുടെ കൂട്ടുകാരിക്ക് കൊടുക്കുമായിരുന്നു നബി. അത്രയ്ക്ക് സ്നേഹമായിരുന്നു.
അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരിക്കൽ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഖദീജ ബീവി എവിടെ നബിയേ? ഖദീജ ബീവി എവിടെ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ ഖദീജാനെ തിരയുന്നത്? യാ റസൂലല്ലാഹ്, ഖദീജ ബീവിക്ക് അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. അടാർലൗവിലെ പാട്ടല്ല പെങ്ങളെ ഖദീജ. ആദല്ലാഹുവേ, അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ. അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നടന്നു പോയ വഴിയിലെ മണ്ണാവാൻ യോഗ്യതയില്ലാത്ത പെങ്ങളെ ആരാണ് ഖദീജ എന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവിയെ കുറിച്ച് ജിബ്രീൽ പറയുന്നു, നബിയേ, ഖദീജ വരുമ്പോ ഒരു സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കണം നബിയേ. എന്താണ് ജിബ്രീലേ? ഖദീജയ്ക്ക് സ്വർഗ്ഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരമുണ്ട് നബിയേ. ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത്, ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഖദീജ ബീവിക്ക് ഒരു കൊട്ടാരമുണ്ടെന്ന് പറയണേ യാ റസൂലല്ലാഹ്. എന്തിനാ അല്ലാഹു കൊടുത്തതെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അല്ലാഹു എന്തിനാണ് കൊടുത്തതെന്നറിയുവോ? 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ഖദീജ. 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ സംസാരിച്ചിട്ടില്ല. അതിനല്ല കൊടുത്ത സമ്മാനവാ, അതിനല്ല കൊടുത്ത സമ്മാനവാ. കുടിമണ്ണയിലെ പെങ്ങള് ചിന്തിക്ക്, നിനക്കത് കിട്ടുമോ എന്ന് ചിന്തിക്കു പെങ്ങള്. അല്ലാഹുവേ, രണ്ടുപേരും കൂടെ 25 കൊല്ലമാണ് ദാമ്പത്യ ജീവിതം നടത്തിയത്. അവസാന ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി. കെട്ടിയ ഭാര്യയെ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടക്കുന്ന ഭർത്താവേ, ഭർത്താവിനെ അടുത്ത് കിടത്താത്ത, നിസ്കാര തടമ്പുള്ള, കയ്യിലെ തസ്ബീഹും പിടിച്ചിട്ട് മജ്ലിസിൻ നൂറിനും സ്വലാത്തിനും വഅദിനും നടക്കുന്ന ഉമ്മമാരെ, 65ാമത്തെ വയസ്സില് പടുവൃത്തയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അതാ നല്ല വസ്ത്രം ധരിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാ. 65 വയസ്സുകാരി ഒരു ദിവസം തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുകയാ. അതാ വരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. ഖദീജ ബീവി ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു, കഴിക്കാ ഭക്ഷണം കൊടുത്തു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. 65 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ഖദീജ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നത് എന്തേ ഖദീജ? നബിയേ, മുഖത്തെന്ത് പ്രകാശമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഖദീജ? 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ? അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനോട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കയ്യിൽ പിടിച്ചുകൊണ്ട്, യാ റസൂലല്ലാഹ്, പോകാ സമയമായി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുന്നു, നബിയേ, 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു. 25 വർഷമായിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷത്തിന്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്.
25 കൊല്ലം ഞാൻ നിങ്ങളുടെ കൂടെ കഴിഞ്ഞു. അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്ന് ഭാര്യ തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. താടി രൂപത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ റസൂലുള്ള ഇരുന്ന് കരയുകയാ. എന്നിട്ട് ചോദിക്കുന്നു, ഖദീജ, എന്നോട് നീ പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. കാരണം 25 കൊല്ലം എന്റെ കൂടെ ജീവിച്ച നിന്നെ കുറിച്ച് പറയാനൊരു പരാതിയില്ല ഖദീജ. പെങ്ങളെ, ഒരു ഭർത്താവ് പറഞ്ഞതാണ് 25 കൊല്ലം നീ എന്റെ കൂടെ ജീവിച്ചോ, നിന്നെ കുറിച്ച് പറയാ ഒരു പരാതിയില്ല ഖദീജ. എന്നോട് പൊരുത്തം ചോദിക്കല്ലേ, എന്നെ വിട്ടിട്ട് പോകുകയാണോ ഖദീജ, എന്നോട് യാത്ര പറയല്ലേ ഖദീജ. അല്ലാഹുവിന്റെ റസൂലിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിരുന്ന് കരയുകയാ. ഖദീജ ബീവിക്ക് കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിക്കുകയാ. ഖദീജ ബീവി എന്ന 65 വയസ്സുള്ളവര് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് അവിടെന്ന് പറയുന്നു, നബിയേ, പോകുകയാണ് നബിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ. 65 വയസ്സുള്ള പടുവൃദ്ധയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ മനസ്സിന്റെ മോഹം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ. 3 ആഗ്രഹമുണ്ട് നബിയേ, 3 ആഗ്രഹമുണ്ട് നബിയേ, സാധിച്ചു തരുവോ യാ റസൂലല്ലാഹ്. എന്തേ ഖദീജ, എന്തേ ഖദീജ നബിയേ, ഞാനതാ അങ്ങയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ എന്റെ നാട്ടിലെ പെണ്ണുങ്ങൾ കുളിപ്പിച്ചിട്ടാണ് മണിയറയിലേക്ക് കടത്തിവിട്ടത്. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, അങ്ങയെ വിട്ടിട്ട് ഞാൻ പിരിയുമ്പോ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. എന്റെ ജനാസ കുളിപ്പിക്കേണ്ടത് നിങ്ങളോ, എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളോ. നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ കുളിപ്പിക്കാ. ഖദീജ ബീബി രണ്ടാമതായി പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ശരീരത്ത് കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, അങ്ങയുടെ വാസനയുള്ള ഈ പുതപ്പുണ്ടല്ലോ, എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. അങ്ങയുടെ സുഗന്ധം എന്റെ കബറിന്റെ അകത്തും എനിക്ക് വേണം നബിയേ. എന്റെ രണ്ടാമത്തെ ആഗ്രഹമാ. മൂന്നാമതായി പറയുന്നു, യാ റസൂലല്ലാഹ്, പച്ചമണ്ണിലേക്ക് ഖദീജയുടെ മയ്യത്തിറക്കി വെക്കേണ്ടത് നിങ്ങളാ നബിയേ. ഈ ഖദീജയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെക്കേണ്ടത് അങ്ങയുടെ കൈ കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി വസിയത്ത് ചെയ്യുകയാ. ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞു. മയ്യത്ത് കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാ. ലോകത്താർക്കും കിട്ടാത്ത ഭാഗ്യമല്ലേ. നിന്റെ മയ്യത്ത് നിന്റെ ഭർത്താവ് കുളിപ്പിക്കുവോ? ഭർത്താവ് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ കുളിപ്പിച്ചു. അല്ലാഹുവേ, കഫം തുണിയാ കഫം പുതിയാ സമയമെത്തിയപ്പോ എപ്പോഴും പുതയ്ക്കുന്ന പുതപ്പെടുത്തിട്ട് റസൂലുള്ള ചുംബിക്കുകയാ. തന്റെ ഖദീജയുടെ ശരീരത്തെ ചേർന്ന് കിടക്കേണ്ട തുണിയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചുംബിക്കുകയാണ്. എന്നിട്ടാ മയ്യാ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാ. പെങ്ങളെ, അവസാന നിസ്കാരം കഴിഞ്ഞിട്ട് 6 അടി മണ്ണിന്റെ അകത്തേക്ക് മയ്യത്തിറക്കി വെക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെ അകത്തിറങ്ങി. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൈകൊണ്ട് പച്ചമണ്ണിലേക്ക് ഇറക്കി വെക്കുകയാ. പച്ചമണ്ണിലേക്ക് ഇറക്കി വെക്കുകയാ. അല്ലാഹ്,
എന്നിട്ട് 3 കെട്ടുകൾ അടിക്കുകയാണ്. അല്ലാഹുവേ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിന്റെ അകത്തിറക്കി വെച്ചിട്ട് 3 കെട്ടുകൾ അടിച്ചു മാറ്റിയിട്ട് റസൂലുള്ളാഹി നിന്ന് കരയുകയാ. റസൂല് നിന്ന് കരയുകയാണ്. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. കാരണം 25 കൊല്ലം കൂടെ നടന്ന ഖദീജ, താങ്ങും തണലുമായി നിന്ന ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസയുടെ മുകളിലേക്ക് റസൂലുള്ളാഹിന്റെ കണ്ണീരിങ്ങനെ വീഴുകയാ. എന്റെ പ്രിയമുള്ളവരെ, ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കണം ഉമ്മ. തല്ലിയും വഴക്കുണ്ടാക്കിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമല്ല, എല്ലാ കിടപ്പറയിലെ ഒറ്റ രാത്രി കൊണ്ട് തീരണം പെങ്ങള്. വാസിയും വൈരാഗ്യവും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീരണം. വീടിന്റെ വെളിയിലെ സ്നേഹത്തോടെ നടക്കണം പെങ്ങള്. പൊരുത്തം ചോദിക്കാതെ മരിക്കല്ലേ, ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ മരിക്കല്ലേ, ഭാര്യയുടെ തൃപ്തിയില്ലാതെ മരിക്കല്ലേ.